അതായത് ഇരുമ്പിന്റെ അയിര് ഓർ ഖനനം ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് മണ്ണും കല്ലുകളും മറ്റു മാലിന്യങ്ങളും ഉണ്ടാകുമല്ലോ. ഈ മാലിന്യങ്ങളെയാണ് നമ്മൾ ഗാങ് എന്ന് വിളിക്കുന്നത്. കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സാന്ദ്രണം എന്ന് പറഞ്ഞാൽ ഈ ഗാങ്ങിനെ നീക്കം ചെയ്ത് അതിലുള്ള ലോഹത്തിന്റെ അളവ് പെർസെന്റേജ് ഓഫ് മെറ്റൽ കൂട്ടുന്ന പ്രക്രിയയാണ്. സാന്ദ്രണത്തിന്റെ രീതികൾ. അയിരിന്റെയും ഗാങ്ങിന്റെയും ഭൗതിക ഗുണങ്ങളിലെ വ്യത്യാസമനുസരിച്ച് നമ്മൾ 4 പ്രധാനപ്പെട്ട രീതികളാണ് ഉപയോഗിക്കുന്നത്. 1. ലെവിഗേഷൻ അഥവാ ജലത്തിൽ കഴുകിയെടുക്കൽ, ലെവിഗേഷൻ ഓർ ഹൈഡ്രോളിക് വാഷിംഗ്. അടിസ്ഥാന തത്വം: സാന്ദ്രതയിലുള്ള വ്യത്യാസം, ഡെൻസിറ്റി ഡിഫറൻസ്. എപ്പോൾ ഉപയോഗിക്കുന്നു? അയിര് ഗാങ്ങിനേക്കാൾ സാന്ദ്രത കൂടിയത് അല്ലെങ്കിൽ കൂടുതൽ ഭാരമുള്ളത് ആയിരിക്കുമ്പോൾ. പ്രക്രിയ: പൊടിച്ച അയിര് ശക്തിയായി ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുന്നു. അപ്പോൾ സാന്ദ്രത കുറഞ്ഞ ഗാങ് വെള്ളത്തിൽ ഒഴുകിപ്പോകുന്നു, സാന്ദ്രത കൂടിയ അയിരുകൾ താഴെ അടിയുന്നു. ഉദാഹരണം: ഓക്സൈഡ് അയിരുകൾ, ഓക്സൈഡ് ഓർസ്. 2. പ്ലവന പ്രക്രിയ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അടിസ്ഥാന തത്വം: എണ്ണയിലോ വെള്ളത്തിലോ ഒട്ടിപ്പിടിക്കാനുള്ള കഴിവിന്റെ വ്യത്യാസം, പിന്നെ സാന്ദ്രത. എപ്പോൾ ഉപയോഗിക്കുന്നു? അയിര് ഗാങ്ങിനേക്കാൾ സാന്ദ്രത കുറഞ്ഞത് അല്ലെങ്കിൽ കുറഞ്ഞ ഭാരമുള്ളത് ആയിരിക്കുമ്പോൾ. പ്രക്രിയ: പൊടിച്ച അയിര് പൈൻ ഓയിലും വെള്ളവും ചേർത്ത മിശ്രിതത്തിലേക്ക് ചേർക്കുന്നു. അതിലേക്ക് കംപ്രസ് ചെയ്ത എയർ ശക്തിയായി ഊതിവിടുന്നു. അപ്പോൾ അയിര് കണികകൾ എണ്ണയുടെ പതയിൽ ഒട്ടിപ്പിടിച്ച് മുകളിലേക്ക് പൊങ്ങിക്കിടക്കും, ഗാങ് വെള്ളത്തിലൊട്ടിപ്പിടിച്ച് താഴെ താഴും. ഉദാഹരണം: സൾഫൈഡ് അയിരുകൾ അല്ലെങ്കിൽ സൾഫൈഡ് ഓർസ്. ഉദാഹരണത്തിന് കോപ്പർ പൈറൈറ്റ്സ്, ഗലീന. 3. കാന്തിക വിഭജനം, മാഗ്നറ്റിക് സെപ്പറേഷൻ. അടിസ്ഥാന തത്വം: കാന്തിക സ്വഭാവത്തിലെ വ്യത്യാസം, മാഗ്നറ്റിക് നേച്ചർ. എപ്പോൾ ഉപയോഗിക്കുന്നു? അയിരോ ഗാംഗോ ഇവയിലേതെങ്കിലും കാന്തിക സ്വഭാവമുള്ളത് ആയിരിക്കുമ്പോൾ. പ്രക്രിയ: പൊടിച്ച അയിരിനെ കാന്തിക റോളറിന് മുകളിലൂടെ കറങ്ങുന്ന കൺവെയർ ബെൽറ്റിലേക്ക് ഇടുന്നു. കാന്തിക ഭാഗം റോളറിൽ ആകർഷിക്കപ്പെട്ട് അതിനോടടുത്ത് ഒരു കൂമ്പാരമായി വീഴുന്നു. കാന്തികമല്ലാത്ത ഭാഗം റോളറിൽ നിന്ന് അകലെയായി മറ്റൊരിടത്ത് വീഴുന്നു. ഉദാഹരണം: മാഗ്നറ്റൈറ്റ് Fe3O4. അയിര് കാന്തികം, ഗാങ് കാന്തികമല്ല. ടിൻ സ്റ്റോൺ SnO2. അയിര് കാന്തികമല്ല, ഗാങ് അയൺ ടങ്സ്റ്റൺ കാന്തികമാണ്. 4. ലീച്ചിംഗ്. അടിസ്ഥാന തത്വം: ലേയത്വത്തിലുള്ള വ്യത്യാസം, സോലിബിലിറ്റി ഡിഫറൻസ്. എപ്പോൾ ഉപയോഗിക്കുന്നു? ഒരു പ്രത്യേക ലായകത്തിൽ അയിര് ലയിക്കുകയും ഗാങ് ലയിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ. പ്രക്രിയ: അയിരിനെ ഒരു പ്രത്യേക രാസലായകവുമായി ചേർത്ത് പ്രവർത്തിപ്പിക്കുന്നു. അയിര് ലയിച്ച് ലായനിയായി മാറുന്നു, അതിനെ അരിച്ചെടുത്ത് ലയിക്കാത്ത ഗാങ്ങിനെ നീക്കം ചെയ്യുന്നു. ഉദാഹരണം: ബോക്സൈറ്റ്, അലുമിനിയത്തിന്റെ അയിര്, സ്വർണം, വെള്ളി. ഈ 4 രീതികളും മനസ്സിലായോ മക്കളെ? ഇതിലേതെങ്കിലും ഒരു ഭാഗം കൂടുതൽ വിശദീകരിക്കേണ്ടതുണ്ടോ?